ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു സിമ്പിളായിട്ടുള്ള ലഡുവിൻ്റെ റെസിപ്പി ആണ് കേട്ടോ. നമുക്ക് റവ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എന്നാൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്ക് ഒരുപാട് സമയം എടുക്കുകയില്ല, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ 2-3 ദിവസം കേടുകൂടാതെ വെക്കാനും പറ്റും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്കിത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു പീസ് വെള്ളം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ റവ എടുക്കുന്നത് 1/2 കപ്പാണ്, അതുകൊണ്ട് തന്നെ ഒരു കപ്പ് വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കുറുക്കി എടുക്കണ്ടില്ല, വെള്ളം ഒന്ന് മെൽട്ടായി വരുമല്ലോ, ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു ഏലക്കായ കേട്ടോ, ഒന്ന് മതിയാവും. അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്നും കൂടി നന്നായിട്ടൊന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി തിളച്ച് വരുന്ന സമയത്ത് ആ ഏലക്കായ ടേസ്റ്റൊക്കെ അതിൽ നന്നായിട്ട് ആ വെള്ളത്തിലങ്ങ് ഉണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കരുത്, ഒന്ന് മെൽറ്റായിട്ട് നന്നായിട്ട് ഇതൊന്ന് മെൽറ്റായി കിട്ടുമല്ലോ, അതിനുശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്താൽ മതി. അതൊരു സൈഡിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1.5 ടീസ്പൂണോളം ഗീ വെച്ചെടുക്കാം കേട്ടോ. ഗീ ഒന്ന് ചൂടായിട്ട് വന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തോ അല്ലാണെങ്കിൽ ബദാമൊക്കെ ഇട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വാർത്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ കളറൊന്ന് മാറി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വാർത്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വാർത്തെടുക്കേണ്ട, കളറൊന്ന് മാറി കിട്ടിക്കഴിഞ്ഞാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ കളറൊന്ന് മാറി വന്നാൽ നമുക്കതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മളിത് ആ ലോ ഫ്ലെയിമിട്ട് നന്നായിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് മാറ്റി കൊടുക്കുന്നില്ല, ഈ ഒരു എണ്ണയിലും ഈ ഒരു അണ്ടിപ്പരിപ്പിലേക്ക് തന്നെയാണ് നമ്മൾ റവ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് റവ ഇതാ നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു എണ്ണയിലിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഈ റവയുടെ കളർ ഒന്ന് മാറിക്കിട്ടണം. മാറിക്കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക ഈ ഒരു സമയത്ത്. എന്നിട്ട് വറുത്തെടുത്തിട്ട് റവയുടെ കളറും ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമല്ലോ, ഒരു പച്ചമണം ഉണ്ടാവില്ല റവയുടെ, അതൊന്ന് മാറിക്കിട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നൊക്കെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നമുക്കിതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം വെള്ളത്തിൻ്റെ പകരമായിട്ട്. അപ്പോൾ ഇത് റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിൻ്റെ ആ ഒരു കളറും സ്മെല്ലൊക്കെ അങ്ങ് മാറി വരും കേട്ടോ. ഒരുപാട് സമയം എടുക്കില്ല, നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക, അല്ലാന്നുണ്ടെങ്കിൽ റവ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ വറുത്തെടുത്തിട്ട് അതിൻ്റെ ആ ഒരു കളറും സ്മെല്ലൊക്കെ അങ്ങ് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് ഇതിലേക്ക് വെള്ളം ചേർക്കാം കേട്ടോ. നമ്മൾ നേരത്തെ മെൽറ്റാക്കി വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്തുണ്ടാവും കേട്ടോ വെള്ളം. അപ്പോൾ നമ്മൾ ഈ ഒരു റവക്ക് 1/2 കപ്പ് റവക്ക് മതിയായിട്ടുള്ള വെള്ളം അതിലുണ്ടാവും കേട്ടോ. അതും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുമല്ലോ, ആ ഒരു സമയം കൊണ്ട് നമുക്ക് നന്നായിട്ട് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കാം. എന്നിട്ട് ഇളക്കി എടുത്തിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങ് ഡ്രൈ ആണ്, നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന ആ ഒരു സമയം കൊണ്ട് നന്നായിട്ട് അതങ്ങ് ഡ്രൈ ആയി പോകും. അപ്പം ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഒരു നനവുള്ള ആ രീതി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് ചൂട് ആറിയതിന് ശേഷം നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം കേട്ടോ. ലഡുവിൻ്റെ ആ ഒരു പരുവത്തിലേക്ക് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാ റവ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാട്ടോ ഇത് റെഡി ആക്കിയിട്ട് എടുക്കേണ്ടത്. ഇതാ ഇതുപോലെ മതിയാവും. ഇനി ഒരുപാട് അങ്ങ് സമയം വെക്കേണ്ടിയില്ല. അപ്പോൾ നന്നായിട്ട് അങ്ങ് ഡ്രൈ ആയി പോകട്ടോ. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുക. ഇതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ചൂട് ആറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം വേണം കേട്ടോ ഉരുട്ടിയെടുക്കാൻ. അപ്പോൾ ഇതാ ഇതിൻ്റെ ചൂടൊക്കെ ഇപ്പോൾ നന്നായിട്ട് ആറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ആവശ്യത്തിനുള്ള നെയ്യ് ഉള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ അധികം നെയ്യിന് കയ്യിലൊന്നും ആക്കി കൊടുക്കുന്നില്ല. കയ്യിലാക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. നിങ്ങളിതിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് കയ്യിൽ നെയ്യാക്കി കൊടുക്കുക. എന്നിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അങ്ങ് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് നെയ്യൊന്നും ചേർക്കുന്നില്ല, ഇതിലിപ്പം ആവശ്യമുള്ള നെയ്യൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ബോൾസ് ആക്കിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മൾ ഓരോ ബോൾസും നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിമ്പിളാണ്, എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും. നല്ല സിമ്പിളായിട്ടുള്ള ഒരു റവയുടെ ലഡു കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ
ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.